Recording in progress. യെസ്, എല്ലാവരും ശ്രദ്ധിക്കാം. നമ്മുടെ ഇന്നത്തെ മെയിൻ പ്രോട്ടോകോൾ ISP ലെവലിൽ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ് BGP എന്ന് പറയുന്നത്. നോർമലി നമ്മുടെ റൗട്ടിംഗ് പ്രോട്ടോകോൾസ് എല്ലാം നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? റൗട്ടിംഗ് പ്രോട്ടോകോൾസ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? എന്തിനാ ഉപയോഗിക്കുന്നത്? ആർക്കും അറിയില്ലേ? നമ്മള് റൗട്ടിംഗ് പ്രോട്ടോകോൾസ് യൂസ് ചെയ്യുന്നത് എന്തിനെല്ലാം വേണ്ടിയിട്ടാണ്? നെറ്റ്വർക്ക് തമ്മിൽ ഡിഫറെന്റ് നെറ്റ്വർക്ക്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സലന്റ് പോയിന്റ് ആണ്. ഡിഫറെന്റ് നെറ്റ്വർക്ക്സ് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു പോയിന്റ് കൂടി നമുക്ക് മെയിൻ പോയിന്റ് ആയിട്ട് വരുന്നുണ്ട്. സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷനിലോട്ട് മൾട്ടിപ്പിൾ പാത്തുകൾ വരികയാണെങ്കിൽ അതിനകത്ത് ബെസ്റ്റ് പാത്ത് ഫൈൻഡ് ചെയ്ത് തരുന്നത് ആരാണ്? നമ്മുടെ ഈ റൗട്ടിംഗ് പ്രോട്ടോകോൾസ് ആണ്. ഈ റൗട്ടിംഗ് പ്രോട്ടോകോൾസ് നമുക്ക് രണ്ടായിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ഇന്റീരിയർ ഗേറ്റ്വേ പ്രോട്ടോകോൾ എന്നും എക്സ്റ്റീരിയർ ഗേറ്റ്വേ പ്രോട്ടോകോൾ എന്നും പറയാം. ബിക്കോസ് ഇന്റീരിയർ ഗേറ്റ്വേ പ്രോട്ടോകോൾ ആണ് നമ്മൾ ഇത്ര നാൾ യൂസ് ചെയ്ത പ്രോട്ടോകോൾ. ഏതൊക്കെയായിരുന്നു? EIGRP, OSPF ആണ് നമ്മൾ യൂസ് ചെയ്തത് അല്ലെ. അതിനെല്ലാം നമുക്ക് കോമൺലി എന്ത് വിളിക്കാം? ഇന്റീരിയർ ഗേറ്റ്വേ റൗട്ടിംഗ് പ്രോട്ടോകോൾ എന്ന് വിളിക്കും. യെസ്. അപ്പോ ഹെവി മീൻസ് ലക്ഷങ്ങളോളം എൻട്രീസ് വരുന്ന എക്സ്റ്റീരിയർ ഗേറ്റ്വേ പ്രോട്ടോകോൾസ് നമുക്ക് വേണം ഫോർ ISP അല്ലെ. ISPക്കകത്ത് ലക്ഷങ്ങളുടെ എൻട്രീസ് ആയിരിക്കും വരുന്നത്. മിനിമം 3 lakh എന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അത്രയും എൻട്രീസ് എല്ലാം വരുന്ന സമയത്ത് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ IGP പ്രോട്ടോകോൾ പോലെ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ഹെവി പ്രോട്ടോകോളിന് ആവശ്യമുണ്ട്. അതാണ് നമ്മുടെ എക്സ്റ്റീരിയർ ഗേറ്റ്വേ റൗട്ടിംഗ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അതിനകത്ത് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നതാണ് BGP, ബോർഡർ ഗേറ്റ്വേ പ്രോട്ടോകോൾ പറയുന്ന എക്സ്റ്റീരിയർ ഗേറ്റ്വേ പ്രോട്ടോകോൾ ആണ് നമ്മൾ ആര് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ISP യൂസ് ചെയ്യുന്നത്. അപ്പോ നമ്മൾ ലോക്കൽ പർപ്പസിന് വേണ്ടിയിട്ടല്ല എന്തുപയോഗിക്കുന്നത്? BGP യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്ന് വേണമെങ്കിൽ നമുക്ക് ആരെ പറയാം? BGP പറയാം. ഇന്റർനെറ്റിന് വേണ്ടി മാത്രം ബിൽഡ് ചെയ്തിരിക്കുന്ന പ്രോട്ടോകോൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങൾ മനസ്സിൽ ഒന്ന് ഓർത്തിരിക്കുക, നമ്മുടെ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ജസ്റ്റ് ISPയുടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ എഡ്ജിൽ വരും, അത് എങ്ങനെയുള്ള സിറ്റുവേഷനകത്താണ് വരിക എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. മനസ്സിലാക്കി വയ്ക്കുക. IGP ഉണ്ട്, നമുക്ക് EGP ഉണ്ട്. IGP ആണ് നമ്മൾ ഇത്രയും കാലം പഠിച്ചുകൊണ്ടിരുന്ന റൗട്ടിംഗ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും പഠിച്ചു. അതുപോലെ തന്നെ അതിനെ ബേസ് ചെയ്ത് വരുന്ന IP6 ബേസ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഫിൽറ്ററിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അങ്ങനെ ഓൾമോസ്റ്റ് റൗട്ടിംഗ് ഡൺ ആണ്. ഓക്കെ. എന്നിരുന്നാൽ ISP യൂസ് ചെയ്യുന്ന പ്രോട്ടോകോളെ കുറിച്ച് കൂടി എന്ത് ചെയ്യാം? നമുക്കൊന്ന് പഠിച്ച് മുന്നോട്ട് പോകാം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. അത്യാവശ്യം കുറച്ച് തിയറി വരുന്നതാണ്. ഓക്കെ, എന്താണ് നമ്മുടെ EIGRP പറയുന്ന പ്രോട്ടോകോൾ ഇല്ലേ? ഓക്കെ, ഏതാണ്ട് അതുപോലെ തന്നെയാണ് ബാക്കി എല്ലാ തിയറിയും. നിങ്ങൾക്ക് അത് പറഞ്ഞു തരുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ BGP ആണ് യൂസ് ചെയ്യുന്നത്, ബോർഡർ ഗേറ്റ്വേ പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കറന്റ് യൂസ് ചെയ്തിരിക്കുന്ന വേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BGP വേർഷൻ 4 ആണ് യൂസ് ചെയ്യുന്നത്. ഇത് എന്താണ് പ്രത്യേകത? ഇതൊരു ഓപ്പൺ സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് നമുക്ക് ഏത് ഡിവൈസിനകത്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? റൺ ചെയ്യിക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ നമ്മൾ ഇത് എന്താ വിളിക്കുന്നത്? ഇന്റർനെറ്റിന്റെ പ്രോട്ടോകോൾ എന്നാണ് എന്ത് വിളിക്കുന്നത്? BGP പറയുന്ന പ്രോട്ടോകോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരേ ഒരു കാര്യം മാത്രം നിങ്ങളുടെ മെയിനിൽ വരിക, ഡിഫറെന്റ് ISPസിനെ തമ്മിൽ കണക്ട് ചെയ്യാനാണ് നമ്മൾ മെയിൻലി ആര് ഉപയോഗിക്കുന്നത്? BGP, ബോർഡർ ഗേറ്റ്വേ പ്രോട്ടോകോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്താണ്? ഡിഫറെന്റ് ISPs ലൈക്ക് എത്തിസലാത്ത്, അതുപോലെ തന്നെ നമ്മുടെ എയർടെൽ, വോഡാഫോൺ, ഇതെല്ലാം എന്താണ്? ഡിഫറെന്റ് ISPs ആണ് അല്ലെ. ഈ ഡിഫറെന്റ് ISPസും തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാനാണ് നമ്മൾ മെയിൻലി എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? BGP പറയുന്ന പ്രോട്ടോകോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ലോക്കൽ പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോക്കൽ പർപ്പസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ബട്ട് ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു 10 പേര് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിൻ റൺ ചെയ്യുന്ന നല്ല കാര്യമാണോ? ഒരു 10 പേർക്ക് ട്രാവൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതിനുവേണ്ടി ഒരു ട്രെയിനിൽ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അത്രയും സ്പേസ് ഉള്ള ഒരു ട്രെയിനാണ്. അപ്പൊ അതിനകത്ത് വരും 10 പേര് മാത്രം ഇന്ന് പോയി കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക, എന്ത് പറയുന്ന പോലെ ആയിരിക്കും നമ്മൾ ലോക്കൽ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുമ്പോൾ BGP യൂസ് ചെയ്യുന്നത്. സാധനമാണ് അല്ലെ, സ്രാവമാണ്, തിമിംഗലമാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് അല്ലെ. അപ്പൊ വലിയ വലിയ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? BGP പറയുന്ന പ്രോട്ടോകോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു ഐഡിയ കിട്ടിയോ? യെസ്. അപ്പോൾ ഇന്റേണൽ പർപ്പസ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരുപാട് ഡ്രോബാക്സ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ട്രബിൾ ഷൂട്ട് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. അറിഞ്ഞിരിക്കുക, നമ്മൾ മെയിൻലി എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഡിഫറെന്റ് ISPs തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ BGP, ബോർഡർ ഗേറ്റ്വേ പ്രോട്ടോകോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന അടുത്തൊരു കാര്യമാണ് ഓട്ടോണമസ് സിസ്റ്റം. എന്താണ് ഓട്ടോണമസ് സിസ്റ്റം? EIGRP അത് പഠിച്ച അതേ തിയറി തന്നെയാണ്, യാതൊരു വ്യത്യാസമില്ല. ഒരു ലോജിക്കൽ ബൗണ്ടറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഓട്ടോണമസ് സിസ്റ്റം പറയുന്നത്. ഒരുപാട് റൗട്ടേഴ്സ് ഒരു ഡൊമൈനകത്ത് വന്നാൽ ഹാൻഡിൽ ചെയ്യാൻ എന്തായിരിക്കും? ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അതിന് ഡിഫറെന്റ് AS ആക്കി മാറ്റിയിട്ടുണ്ട്. ഈ AS നമ്പേഴ്സ് എല്ലാം തരുന്നത് ആരാണ്?
നമ്മുടെ അയാനെയാണ് നമുക്ക് അസൈൻ ചെയ്ത് തരുന്നത്. അത് നിങ്ങൾക്ക് ബിറ്റ്വീൻ ഈ പറയുന്ന ഏത് നമ്പർ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് നിങ്ങൾക്ക് ISP നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ISP ഇതിന് തരുന്നതാണ് എന്തെന്ന് പറയുന്നത് ഓട്ടോണമസ് സിസ്റ്റം എന്ന് പറയുന്ന നമ്പർ. ഓക്കെ, ഈ നമ്പർ നമുക്ക് ആരാ തരുന്നത്? നമുക്ക് ഇന്റർനെറ്റ് അസൈൻ നമ്പർ അതോറിറ്റി പറയുന്ന ടീമാണ് നമുക്ക് തരുന്നത്. ഇതിനകത്ത് ഏത് നമ്പർ വേണമെങ്കിൽ ആവാം, 0 to 65535 വരുന്ന ഏത് നമ്പർ വേണമെങ്കിലും ആവാം. യെസ്. ഇനി ഇതിനകത്ത് അടുത്തൊരു കാര്യം വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ഹെല്ലോ മെസ്സേജ് എന്നൊക്കെ പറയാറില്ലേ? എന്തിനാ ഹെല്ലോ മെസ്സേജ് അയക്കുന്നത്? നൈബർഷിപ്പ് ഫോം ചെയ്യാനും അപ്ഡേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാനും അല്ലെ എന്ന് പറയുന്നത് പോലെ ഇവിടെ എന്ത് വരുന്നുണ്ട്? അങ്ങനെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അത് നമുക്ക് എന്തായിട്ട് പറയാം? BGP മെസ്സേജസ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു ഹെഡിങ് കൊടുക്കാം. എന്നതിന് ശേഷം ഓരോ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനകത്ത് ആദ്യം വരുന്ന മെസ്സേജ് ആണ് ഓപ്പൺ മെസ്സേജ് എന്ന് പറയുന്നത്. എന്താണ് ഓപ്പൺ മെസ്സേജ്? ഒരു സ്റ്റാർട്ടിംഗ് മെസ്സേജ് ആണ്, അല്ലെങ്കിൽ ഒരു ഇനീഷ്യൽ മെസ്സേജ് ആയിട്ട് നിങ്ങൾ കരുതിയാൽ മതി. ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആയിട്ട് മാത്രം കരുതുക. അതായത് നമ്മൾ IGP പ്രോട്ടോകോൾ യൂസ് ചെയ്യുമ്പോൾ ഹെല്ലോ മെസ്സേജ് എന്നൊക്കെ പറയാറില്ലേ? അല്ലെ, ഹെല്ലോ മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാൻ പറയുന്ന പോലെ തന്നെ വരുന്ന ഒരു മെസ്സേജ് ആണ് എന്തെന്ന് പറയുന്നത്? ഒരു ഓപ്പൺ മെസ്സേജ് എന്ന് പറയുന്നത്. ഇതായിരിക്കും ആദ്യം എന്ത് ചെയ്യുന്നത്? നൈബേഴ്സിലോട്ട് എന്ത് ചെയ്യുന്നത്? എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇതിനകത്ത് വരുന്നത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. BGP ഏത് വേർഷൻ ആണ്, റൗട്ടർ ഐഡി മസ്റ്റ് ആണ്. അപ്പം റൗട്ടർ ഐഡി എന്തിനു വരും? മാനുവലി തന്നെ നമ്മൾ കൊടുക്കേണ്ടി വരും BGP-ക്കകത്ത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഹോൾഡ് ടൈം, എത്ര നേരം വരെ ഹോൾഡ് ടൈം, അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. ഈ ഫസ്റ്റ് മെസ്സേജിനകത്ത് ഉണ്ടാവുള്ളൂ. എന്താ മെസ്സേജിനെ വിളിക്കുന്ന പേര്? ഓപ്പൺ മെസ്സേജ്. ഓക്കെ, ഒരു സ്റ്റാർട്ടിംഗ് മെസ്സേജ് മാത്രമാണ് ഓപ്പൺ മെസ്സേജ്. സ്റ്റാർട്ടിങ്ങിൽ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിയുമ്പോഴാണ് അവർക്ക് പരസ്പരം എന്തറിയുന്നത്? ആരാണ് ഹയർ റൗട്ടർ ഐഡി, ആരാണ് ഇതിനകത്ത് മെയിൻ ആൾക്കാർ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു മെസ്സേജ് കിട്ടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നൈബർഷിപ്പ് ഫോം ചെയ്യാനുള്ള സ്റ്റാർട്ടിംഗ് സ്റ്റേജിലോട്ട് നമ്മൾ ജമ്പ് ചെയ്യുന്നത്. ഇനി അടുത്ത മെസ്സേജ് ആണ് ഓപ്പൺ മെസ്സേജ് കഴിഞ്ഞാൽ വരുന്ന മെസ്സേജ് ആണ് കീപ് അലൈവ് മെസ്സേജ്. ഇതാണ് നമ്മൾ ശരിക്കുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു സമ്മറി എവിടെ ഉണ്ടാവും? നമ്മുടെ ഈ ഒരു കീപ്പ് അലൈവ് മെസ്സേജിനകത്ത് ഉണ്ടാവും. ഇത് ബേസിക് മാത്രമായിരിക്കില്ല, എല്ലാ കാര്യങ്ങളെ കുറിച്ചുള്ള സമ്മറി ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. എത്ര സെക്കൻഡ് കൂടുമ്പോഴാണ് അയക്കുന്നത്? 60 സെക്കൻഡ് കൂടുമ്പോഴാണ് അയക്കുന്നത്. ഇത് നമുക്ക് എന്ത് പറയാം? നമ്മുടെ ഈക്വലന്റ് നമുക്ക് എന്ത് പറയാം? നമ്മുടെ ഹെല്ലോ മെസ്സേജ് നമുക്ക് പറയാം അല്ലെ. EAGRP ആണ് സമയത്ത് എത്ര സെക്കൻഡ് കൂടുമ്പോൾ അയച്ചിട്ടുണ്ടായിരുന്നു? 5 സെക്കൻഡ് കൂടുമ്പോൾ അയച്ച പോലെ ഇവിടെ എന്താണ് അയക്കുന്നത്? 60 സെക്കൻഡ് കൂടുമ്പോൾ. എന്തുകൊണ്ട് എനിക്ക് 60 സെക്കൻഡ് ഒക്കെ കൊടുക്കാനുള്ള റീസൺ? ഇറ്റ്സ് ആരും ഉപയോഗിക്കുന്ന ISP യൂസ് ചെയ്യുന്നത്. അവിടെ ഈ 5 സെക്കൻഡ് 10 സെക്കൻഡ് പോലെ ഇങ്ങനെ കുറഞ്ഞ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ കണക്ഷൻ പോവുക വരികയൊക്കെ ചെയ്യുന്ന സമയത്ത് കണക്ഷൻ റീ എസ്റ്റാബ്ലിഷ് ആവും അല്ലെ. എത്രമാത്രം ഡിലേ വരുന്ന ആലോചിച്ച് നോക്കുക. അപ്പൊ ആ ഡിലേ എല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്താ കൊടുത്തിരിക്കുന്നത്? 60 സെക്കൻഡ്സ് വരും മിനിമം നമ്മൾ ഹെല്ലോ മെസ്സേജും. അതുപോലെ തന്നെ ഹോൾഡ് മെസ്സേജ് കൊടുത്തിരിക്കുന്നത് എത്രയാണ്? 180 സെക്കൻഡ്സ്. ഇതൊക്കെ നമുക്ക് കുറയ്ക്കാം കേട്ടോ. മാനുവലി വേണമെങ്കിൽ നമുക്ക് ഇതൊക്കെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ബൈ ഡിഫോൾട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇത് തന്നെയാണ്. കുറച്ച് അധികം എവിടെയും കണ്ടിട്ടില്ല. ട്രബിൾ ഷൂട്ട് ചെയ്യുമ്പോഴൊന്നും നമ്മൾ കുറച്ചൊന്നും അധികം കണ്ടിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് യൂസ് ചെയ്യാം. ഓക്കെ, അതിന് ശേഷം വരുന്ന മെസ്സേജ് ആണ് അപ്ഡേറ്റ് മെസ്സേജ്. നൈബർഷിപ്പ് എല്ലാം ഫോം ആയി കഴിഞ്ഞാൽ, ഓക്കെ, നൈബർഷിപ്പ് എല്ലാം ഫോം ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആവശ്യം എന്താ? നമ്മുടെ നെറ്റ്വർക്ക്സ് എന്ത് ചെയ്യുക? എല്ലാവർക്കും അങ്ങോട്ട് പബ്ലിഷ് ചെയ്യുക. നമ്മുടെ കണക്റ്റഡ് ആയിരിക്കുന്ന എല്ലാ നൈബേഴ്സിലോട്ട് എന്ത് ചെയ്യുക? അപ്ഡേറ്റുകൾ അയച്ചു കൊടുക്കുക എന്നുള്ളത്. മീൻസ് നെറ്റ്വർക്ക്സ് അയച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇനി ഫൈനൽ മെസ്സേജ് ആണ് നോട്ടിഫിക്കേഷൻ മെസ്സേജ് എന്ന് പറയുന്നത്. ഈ അയക്കുന്ന മെസ്സേജിനകത്ത് എന്തെങ്കിലും എറേഴ്സ് വന്നു കഴിഞ്ഞാൽ ആ എറേഴ്സിനെ വിളിക്കുന്ന പേരാണ് നോട്ടിഫിക്കേഷൻ മെസ്സേജ് എന്ന് പറയുന്നത്. എന്തെങ്കിലും എറേഴ്സ് വന്നു കഴിഞ്ഞാൽ ആ എറേഴ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന മെസ്സേജിനെ വിളിക്കുന്ന പേരാണ് എന്ത്? നോട്ടിഫിക്കേഷൻ മെസ്സേജ് എന്ന് പറയുന്നത്. ഇത്രയും മെസ്സേജസ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്, നമ്മുടെ BGP-ക്കകത്ത് വരുന്നത്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ 3 ടേബിൾസ് എവിടെയും വരുന്നുണ്ട്. ഇവിടെ BGP-ക്കകത്തും വരുന്നുണ്ട്. അപ്പൊ BGP-ക്കകത്ത് വരുന്ന 3 ടേബിൾസ് നിങ്ങൾക്ക് ഓൾറെഡി അത് എന്താണെന്ന് അറിയാം. നൈബർ ടേബിൾ എന്ന് പറയുന്നത് എന്താണ്? ഇൻഫർമേഷൻ അബൌട്ട് ഡയറക്ട്ലി കണക്റ്റഡ് റൗട്ടേഴ്സ് ഡയറക്ട്ലി കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരെ കുറിച്ച് ഇൻഫർമേഷൻ ആയിരിക്കും എവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി കഴിയുക? നൈബർ ടേബിൾ. ഇനി വേറൊരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു റൗട്ടർ ഉണ്ട്, അടുത്ത റൗട്ടർ എന്തായിരിക്കും? വേറെ ISP ആയിരിക്കില്ലേ? ഇമാജിൻ ചെയ്യാം. ഓക്കെ, ഒരു ISP ഒരു റൗട്ടർ, അടുത്ത ISP വേറെ റൗട്ടർ ആയിരിക്കും. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി അവിടെ നൈബർഷിപ്പ് ഫോം ആവും നമുക്ക് തോന്നുന്നുണ്ടോ? നമ്മൾ സാധാരണ EIGRP യൂസ് ചെയ്ത പോലെയോ OS2 യൂസ് ചെയ്ത പോലെയോ ഇവിടെ നൈബർഷിപ്പ് എന്താവില്ല? ഓട്ടോമാറ്റിക്കലി എന്താവില്ല? ജനറേറ്റ് ആവുകയില്ല. മനസ്സിലായോ? ഓട്ടോമാറ്റിക്കലി എന്താവില്ല? നൈബർഷിപ്പ് ഡിസ്കവർ ആവില്ല. മാനുവലി തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? എന്റെ നൈബർ ആരാണെന്നും ആ നൈബർ ഏത് മാനുവലി പറഞ്ഞാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? 2 റൗട്ടേഴ്സ് തമ്മിൽ നൈബർഷിപ്പ് ഫോം ആവുകയുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഓട്ടോമാറ്റിക്കലി സംഭവിക്കില്ല. അപ്പൊ അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്യേണ്ടി വരും? ഒരു കമാൻഡ് എക്സ്ട്രാ പറഞ്ഞു കൊടുക്കും. ബാക്കിയെല്ലാം നമ്മൾ പഠിച്ച പോലെ തന്നെയാണ് EIGRP-ക്കകത്ത് വരുന്ന പോലെ IS നമ്പർ ഒക്കെ കൊടുത്ത് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ നൈബർഷിപ്പ് ഇവിടെ ഫോം ആവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? അഡ്മിനിസ്ട്രേറ്റർ മാനുവലി തന്നെ ആരാണ് നൈബർ എന്നും നൈബർ ഏത് AS-നകത്ത് വരുന്ന ആളാണെന്നും പറഞ്ഞു കൊടുത്താൽ മാത്രം നൈബർ ഫോം. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ടോപ്പോളജി ടേബിൾ പറഞ്ഞ എല്ലാ വഴികളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും എവിടെ ഉണ്ടാവുക? റൂട്ട്സിനെ കുറിച്ചും നെറ്റ്വർക്സിനെ കുറിച്ചും ടോപ്പോളജി ടേബിളിനകത്ത് ഉണ്ടാവുക. പിന്നെ യൂഷ്വലി നിങ്ങൾക്ക് അറിയാം, റൗട്ടിംഗ് ടേബിൾ പറഞ്ഞാൽ എന്താണ്? സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷനിലോട്ട് ഒരുപാട് വഴികൾ വരുന്നുണ്ടെങ്കിൽ അതിനകത്ത് ബെസ്റ്റ് പാത്ത് നിങ്ങൾ എവിടെ പോയി നോക്കിയാൽ കാണാൻ പറ്റും? നമുക്ക് റൗട്ടിംഗ് ടേബിളിനകത്ത് പോയി നോക്കിയാൽ കാണാൻ മനസ്സിലായിരിക്കും. പിന്നെ ഇവിടെ നിങ്ങൾ സിമ്പിൾസ് ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പൊ നിങ്ങളുടെ ഏതെങ്കിലും ഒരു നെറ്റ്വർക്ക് അഡ്രസ്സിന്റെ കൂടെ ഈ ഒരു സിമ്പിൾ ആണ് കാണുന്നെങ്കിൽ
ഓക്കെ, സ്റ്റാർ ഗ്രേറ്റർ ദാൻ സിമ്പിൾ കാണുന്നെങ്കിൽ അതാണ് ബെസ്റ്റ് റൂട്ട്. പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ദെൻ അതേപോലെ തന്നെ ഒരു സെക്കൻഡറി റൂട്ട് ഉണ്ടെങ്കിൽ അതിന് നേരെ എന്തായിരിക്കും ഉണ്ടാവുക? വെറും സ്റ്റാർ മാത്രമായിരിക്കും. അപ്പം നിങ്ങൾ ബെസ്റ്റ് പാത്ത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി നോക്കേണ്ടത് എന്താണ്? ഈ ഒരു സിമ്പിൾ ആണ് നോക്കേണ്ടത്. സ്റ്റാറിന് മാത്രം കാണുകയാണെങ്കിൽ ഇറ്റ്സ് വാലിഡ് റൂട്ട്. പക്ഷെ അതിനകത്ത് സ്റ്റാറിന് കൂടി ഒരു ഗ്രേറ്റർ ദാൻ സിമ്പിൾ കൂടി ഉണ്ടെങ്കിൽ യു ക്യാൻ ഫൈൻഡ് ഇത് എന്താണ്? ഇതാണ് നമ്മുടെ ബെസ്റ്റ് റൂട്ട്. ഡെസ്റ്റിനേഷനിലോട്ട് പോകാനുള്ള ബെസ്റ്റ് റൂട്ട് എന്താണ്? സ്റ്റാർ ഗ്രേറ്റർ ദാൻ സിമ്പിൾ നേരെയുള്ള അഡ്രസ് ആയിരിക്കും. ആ രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇത് നോർമലി യൂസ് ചെയ്യുന്ന കുറച്ച് കമാൻഡ്സ് ഉണ്ട്. IP, BGP, നൈബർ കൊടുത്ത് നൈബർ കാണാം. സമ്മറി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നൈബേഴ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ സമ്മറി നമുക്ക് കാണാൻ പറ്റും. ഇതറിയാലോ, റൗട്ടിംഗ് ടേബിൾ കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കമാൻഡാണ്. ഇനി ഇതിനകത്ത് വരുന്ന അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെല്ലാം സാഹചര്യത്തിലാണ് നമ്മൾ BGP പറയുന്ന പ്രോട്ടോകോൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഏതൊക്കെ സാഹചര്യത്തിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. നമുക്ക് ഇവിടെ BGP രണ്ട് തരത്തിൽ വരുന്നുണ്ട്. എന്താണ്? ഇന്റേണൽ EIGRP, സോറി, ഇന്റേണൽ BGPയും എക്സ്റ്റേണൽ BGP ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം. AD വാല്യൂ ഏറ്റവും കൂടിയതാണോ നല്ലത്, കുറഞ്ഞതാണോ നല്ലത്? ഓർക്കുന്നുണ്ടോ? AD എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? ഒരു AD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോട്ടോകോളിന്റെ റിലയബിലിറ്റിയെ സൂചിപ്പിക്കുന്ന നമ്പറാണ്. ഏറ്റവും കുറഞ്ഞതാണ് ബെസ്റ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ BGP എന്തിനാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് നോക്കിക്കേ? ആർക്ക് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് നോക്കിക്കേ? BGP പറയുന്ന പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത് ഓൺലി ഫോർ എക്സ്റ്റേണൽ പർപ്പസ്. അതുകൊണ്ട് BGP എല്ലാ ഫംഗ്ഷനും പക്കയായിട്ട് ചെയ്തിരിക്കുന്നത് ഏതിനകത്താണ്? എക്സ്റ്റേണൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ AD വാല്യൂ നോക്കിക്കേ, ഏറ്റവും കുറഞ്ഞ വാല്യൂ 20 എന്ന് പറയുന്നത്. ഇന്റേണൽ കാര്യം നോക്കിക്കേ, ഇന്റേണൽ പർപ്പസ് നമ്മൾ കൂടുതലായിട്ട് എന്ത് ഉപയോഗിക്കാറില്ല? BGP ഉപയോഗിക്കാറില്ല. അതിന് പകരം നിങ്ങൾക്ക് അവിടെ എന്ത് ഉപയോഗിക്കാം? EIGRPയോ OSPF നിങ്ങൾക്ക് ഫംഗ്ഷൻ ചെയ്യിക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ രണ്ട് BGP ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇന്റേണൽ വരുന്നുണ്ട്, IBGP എന്നും പറയാം, EBGP എന്ന് നമുക്ക് പറയാം. ഇന്റേണൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്, സോറി, എക്സ്റ്റേണൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ BGP എന്ത് ചെയ്യുന്നത്? മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ വാല്യൂ നോക്കിക്കേ, AD വാല്യൂ വെറും 20 ആണ്. ഇന്റേണൽ പർപ്പസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല. പക്ഷെ യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ്? കൂടുതൽ ഫംഗ്ഷനാലിറ്റി അതിനകത്ത് ഉണ്ടാവില്ല, സ്ലോ ആയിരിക്കും. നിങ്ങൾ വിചാരിച്ച പോലെ ഒരുപാട് ഡ്രോബാക്സ് വരുന്നുണ്ട്. അപ്പൊ അതിനുള്ള സൊല്യൂഷൻസ് നമുക്ക് അവിടെ കൊടുക്കണം. അതൊക്കെ നമ്മൾ വഴി നമുക്ക് പഠിക്കാം. എന്നിരുന്നാലും അറിഞ്ഞിരിക്കുക, നമ്മൾ എക്സ്റ്റേണൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് BGP മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഏതെല്ലാം സാഹചര്യത്തിൽ നമുക്ക് BGP യൂസ് ചെയ്യാം? ഓക്കെ, ഇപ്പൊ ഇവിടെ ഒരു റൗട്ടർ, ഒരു കസ്റ്റമർ സെറ്റ് ആണെന്ന് വിചാരിച്ചോളൂ. ഇത് നമ്മുടെ ISP. ഇതാണ് കറണ്ട് സിറ്റുവേഷൻ. ഇപ്പോൾ നമ്മുടെ കസ്റ്റമർ സൈഡിൽ നിന്നും, ഓക്കെ, കസ്റ്റമർ സൈഡിൽ നിന്നും എനിക്ക് ISPയിലോട്ട് ഒരു കണക്ഷൻ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ BGP പറയുന്ന പ്രോട്ടോകോളിന്റെ ആവശ്യം ഉണ്ടോ എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഒരു സിറ്റുവേഷനകത്ത് BGP പറയുന്ന പ്രോട്ടോകോൾ യൂസ് ചെയ്യേണ്ട ആവശ്യം ജസ്റ്റ് ജനറലി ചോദിക്കുന്ന കാര്യമാണ്. ഓക്കെ, നിങ്ങൾ കസ്റ്റമർ സൈഡിൽ ഇരിക്കുന്ന ആളാണ്, ISPയിലോട്ട് പോകണം. ISP വഴി നിങ്ങൾക്ക് പല നെറ്റ്വർക്ക്സിലോട്ടും പോകണം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇവിടെ എങ്ങനെയുള്ള റൗട്ടിംഗ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്? നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം, ഡെസ്റ്റിനേഷൻ നെറ്റ്വർക്ക് അറിയാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ യൂസ് ചെയ്യുന്ന ഒരു റൗട്ടിംഗ് ഉണ്ടായിരുന്നു. ഡിഫോൾട്ട് റൂട്ട്. യെസ്, എക്സലന്റ്, ഡീഫോൾട്ട് റൗട്ടിംഗ്. എന്ന് വെച്ചാൽ ഇവിടെ ഒരു IP ഉണ്ടാവും. നമ്മൾ എന്ത് ട്രാഫിക് വന്നാലും നമ്മുടെ റൗട്ടർ അങ്ങോട്ടായിരിക്കും ഫോർവേഡ് ചെയ്യുന്നത്, ഈ IPയിലോട്ട്. ഇവിടുന്ന് അങ്ങോട്ട് ആയിരങ്ങളും പതിനായിരങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഏതെല്ലാം എവിടെ കിടക്കും നമുക്കറിയോ? അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ എന്ത് യൂസ് ചെയ്യാൻ സാധിക്കില്ല? BGP യൂസ് ചെയ്യാൻ സാധിക്കില്ല. യൂസ് ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ പറയുന്ന പോലെ ലക്ഷങ്ങൾ വില വരുന്ന ഡിവൈസ് നിങ്ങൾ ഫേമിനകത്ത് കൊണ്ട് വെക്കേണ്ടി വരും. ഓക്കെ, ഒരിക്കലുമില്ല. നമുക്ക് 100% നമ്മൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനകത്ത് എന്തായിരിക്കും യൂസ് ചെയ്യുന്നത്? ഡീഫോൾട്ട് റൗട്ടിംഗ് ആയിരിക്കും. ബിക്കോസ് ഇവിടെ ISP എന്തായാലും ലക്ഷങ്ങൾ വില വരുന്ന ഡിവൈസ് വെച്ചിട്ടുണ്ടാവും. ബിക്കോസ് അവിടെ 3 lakh മുതൽ 8 lakh വരെ എൻട്രീസ് വരുന്ന ഡിവൈസ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പക്ഷേ കസ്റ്റമർ സൈഡിൽ എന്താണ്? നമുക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്താണ്? ഇവിടെ ഒരു IP കാണും, എക്സാമ്പിൾ 1.1.1 ആണെന്നുണ്ടെങ്കിൽ ആര് വന്നാലും ആ 1.1 എന്ത് ചെയ്യാം? ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്ത് ഉപയോഗിക്കില്ല? BGP യൂസ് ചെയ്യില്ല. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മോഡത്തിനകത്ത് കയറാൻ ഒരു ചാൻസ് കിട്ടുന്ന സമയത്ത് നിങ്ങളൊന്ന് കയറി നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റും. അവിടെ എന്തായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക? ഡീഫോൾട്ട് റൗട്ടിംഗ് ആയിരിക്കും യൂസ് ഉണ്ടാവുക. ഇനി അടുത്തൊരു സ്റ്റേജ്, ലെഫ്റ്റ് സൈഡിൽ വരുന്നൊക്കെ കസ്റ്റമർ ആണ്, നമ്മുടെ സെയിം ഫേം ആണ്. നമ്മൾ അടുത്ത നമ്മുടെ ISP ആണ്. രണ്ട് ISPയും എക്സാമ്പിൾ ജിയോ എന്ന് വിചാരിച്ചോളൂ. ഇങ്ങനെ ഒരു സിറ്റുവേഷനകത്ത് BGP ആവശ്യമുണ്ടാവും. ഉണ്ടാവും.
എന്റെ സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷനിലോട്ട് സെയിം ISP ആണ്. ഞാൻ അഗൈൻ എടുത്തു പറയുന്നത് സെയിം ISP ആണ് ഓപ്പോസിറ്റ് കിടക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ അത് നമുക്ക് BGP ആവശ്യമുണ്ട്, ആവശ്യമില്ല. നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരാന്നുണ്ടെങ്കിൽ സെയിം ISP ആണ് വരുന്നതെങ്കിൽ നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരു IGP പ്രോട്ടോകോൾ യൂസ് ചെയ്താൽ മതിയാകും. ഇവിടെ ഡിഫറെന്റ്, നിങ്ങൾ ഒരേ ഒരു കാര്യം ഓർത്തിരിക്കുക, ഡിഫറെന്റ് ISPs ആണ് വരുന്നതെങ്കിൽ യു മസ്റ്റ് യൂസ് BGP. അതല്ലാത്ത സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് റെക്കമെൻഡ് ചെയ്യേണ്ട? BGP ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, ആവശ്യമില്ല. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് വിചാരിക്കാം. കസ്റ്റമർ സൈഡ് ആണ്, ESP1, ASP ബാക്ക്ബോൺ നെറ്റ്വർക്ക്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ രണ്ട് ISP വന്നു അല്ലെ, ISP1 വന്നു, 2 വന്നു. ഇങ്ങനെ ഒരു സിറ്റുവേഷനകത്ത് മാത്രമേ നിങ്ങൾ എന്ത് പ്ലേസ് ചെയ്താൽ മതി? BGP പ്ലേസ് ചെയ്തു. അല്ലാത്ത സിറ്റുവേഷനകത്തല്ല നമുക്ക് IGP പ്രോട്ടോകോളോ ഡീഫോൾട്ട് റൂട്ട് എല്ലാം യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കവർ ചെയ്യാൻ വേണ്ടി സാധിക്കും. മനസ്സിലാക്കി വയ്ക്കുക, ഡിഫറെന്റ് ISPs വരുമ്പോഴാണ് നമ്മൾ മെയിൻ ആയിട്ട് ആരെ യൂസ് ചെയ്യുന്നത്? നമ്മൾ BGP പറയുന്ന പ്രോട്ടോകോൾ. ഈ ഒരു കുഞ്ഞു ലാബ്, ഓക്കെ, കുഞ്ഞു ലാബ് നമുക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാക്കി. ഈ തിയറി ഉണ്ട്, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ലാബിലോട്ട് നമുക്ക് കിടക്കാം. ഈ ഒരു ടോപ്പോളജി നോക്കാം. ഇവിടെ ISP1 ഉണ്ട്, ISP2 ഉണ്ട്. BGPക്കകത്ത് 100 യൂസ് ചെയ്യുന്നുണ്ട്, BGP200 യൂസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ രണ്ട് AS ആണ് നമുക്ക് വരുന്നത്. 100 എന്ന് പറയുന്ന AS, 200 എന്ന് പറയുന്ന AS. രണ്ടൊരു വേറെ വേറെ ടീംസ് ആണ്. അപ്പൊ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് മസ്റ്റ് ആയിട്ട് എന്ത് പറഞ്ഞു കൊടുക്കണം? റൗട്ടർ ID പറഞ്ഞു കൊടുക്കണം. റൗട്ടർ ID പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ചെയ്യുന്ന കമാൻഡാണ് ഈ കാണുന്നത്. ഈ ആദ്യത്തെ റൗട്ടിന്റെ കോൺഫിഗറേഷൻ ഞാൻ നേടാം. മേലത്തെ സിന്റാക്സ് നോക്കണേ, അതിനനുസരിച്ച് ഞാൻ പറയുന്നത്. ഇനിഷ്യൽ കോൺഫിഗറേഷൻ അറിയാലോ, അത് എപ്പോഴും എല്ലാവരും എന്തായിരിക്കും? ഒരേപോലെ ആയിരിക്കും, അതിനകത്ത് യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നു റൗട്ടർ BGP. എത്രയാണ് നമ്മുടെ AS നമ്പർ? 100. സ്പേസിൽ അതുകൊണ്ട് ഞങ്ങൾ കയറ്റി ഇടുകയാണ്. ഇപ്പൊ റൗട്ടർ ID കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ് BGP. നിങ്ങൾക്ക് IP4 അഡ്രസ്സിനകത്ത് വരുന്ന ഏത് ID വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. BGP റൗട്ടർ -ID. ഞാൻ ഫസ്റ്റ് ഡിവൈസ് ആണ് ഞാൻ എപ്പോഴും കൊടുക്കുന്ന പോലെ 1.1.1.1. ഇനി രണ്ടാമത്തെ ലൈനകത്ത് പറയുന്നത് നോക്കിയാൽ അതാണ് നിങ്ങൾക്ക് പുതിയ കമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, നൈബർ IP ഏതാ? അല്ലെ, നമ്മളിവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ള റൗട്ടറിന്റെ നെക്സ്റ്റ് സ്റ്റോപ്പ് IP നമ്മൾ എന്ന് വിളിക്കുന്നത് നൈബർ IP എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എത്ര കൊടുക്കും നമ്മൾ? 192.168.20.2. തീർന്നില്ല, കമാൻഡ് കഴിഞ്ഞില്ല. എന്തുകൂടി വരുന്നുണ്ട്? റിമോട്ട് AS. ഇതിനകത്തോണ്ട് ഏതാണ് റിമോട്ട് AS? എത്രയാണ് നമ്മുടെ? 200 എന്ന് കൂടി പറഞ്ഞു കൊടുക്കണം. ഏത് IP ആണെന്നും പറഞ്ഞു കൊടുക്കണം. ആ IP നിൽക്കുന്ന AS നമ്പർ ഏതാണെന്നും പറഞ്ഞു കൊടുക്കണം. ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നോൺ നെറ്റ്വർക്ക്സ് പറഞ്ഞു കൊടുക്കാം. നെറ്റ് എന്ന് പറഞ്ഞു കൊടുക്കുക. എക്സാമ്പിൾ R1 കേസ് ആണെങ്കിൽ 192.168.10.0. ഇതിനുള്ള ഒരു കീവേഡ് കൂടി വരുന്നുണ്ട്, മാസ്ക് എന്ന് പറയുന്ന കീവേഡ് കൊടുത്തിട്ട് വേണം നിങ്ങൾ എന്ത് കൊടുക്കാനായിട്ട്? സബ്നെറ്റ് മാസ്ക് കൊടുക്കാനായിട്ട്. അതൊരൊറ്റ വ്യത്യാസം വരുന്നുള്ളൂ, ബാക്കി എല്ലാം സെയിം. ഇനി എത്ര നെറ്റ്വർക്ക്സ് ഉണ്ടോ അത്രയും പറഞ്ഞു കൊടുക്കാം. നമ്മുടെ ടോപ്പോളജി പ്രകാരം 10 വരുന്നുണ്ട്, 20.0 വരുന്നുണ്ട്, ബാക്കി എല്ലാം സെയിം. ഇത്രയും ചെയ്തിട്ട് എന്ത് ചെയ്യാം? വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. അഡീഷണൽ എന്താ വന്നിരിക്കുന്നത്? റൗട്ടർ ID മസ്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കണം. അതേപോലെ തന്നെ എന്റെ നൈബർ ആരാണോ ആ നൈബർ IP പറയണം. ആ IP നിൽക്കുന്ന AS നമ്പർ കൂടി പറഞ്ഞു കൊടുക്കണം. R2 കേസ് ആണെങ്കിലോ നൈബർ AS ഏതായിരിക്കും? നൈബർ AS 100 ആയിരിക്കും. അപ്പൊ നെക്സ്റ്റ് സ്റ്റോപ്പ് IP ഏതായിരിക്കും? 20.1 ആയിരിക്കും. വളരെ സിമ്പിൾ ആണ്. ഈ രണ്ട് കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ബാക്കി നമുക്ക് വഴിയെ ഓരോ തിയറി പറഞ്ഞിട്ട് ഓരോരോ ലാബിനോട് നമുക്ക് ചെയ്യാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാർട്ടിങ് എന്ന നിലയ്ക്ക് ഈ ഒരു ലാബ്, രണ്ട് റൗട്ടേഴ്സ് വരുന്ന അല്ലെങ്കിൽ രണ്ട് BGP AS വരുന്ന ടോപ്പോളജി പെട്ടെന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ഓൾമോസ്റ്റ് എല്ലാവരും
Yes. രണ്ട് റൗട്ടിന്റെ സിനാരിയോ ഉണ്ട്. ലാബാണ് കോൺട്രാക്ഷൻ. നമുക്ക് നോർമൽ ഇനീഷ്യൽ കോൺഫിഗറേഷൻ തന്നെ ഇന്റർഫേസ് L1 അതിനകത്ത് യാതൊരു മാറ്റവുമില്ല. IP add 192.168.10.1 10.550 ഓപ്ഷൻ. അതുപോലെ ഇന്റർഫേസ് S1/20. എന്തെങ്കിലും മിസ്റ്റേക്കിന് പറയണം. That's fine. First device initial configuration കഴിഞ്ഞു. Second device quantity interface S1/0 IP add 192.168.20.2 55.55.55. Offset exit interface L1 30 search to PP ഇനീഷ്യൽ കഴിഞ്ഞ രണ്ട് ഡിവൈസിനകത്ത് ഇനിയാണ് നമ്മുടെ BGP നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. റൗട്ടർ BGP 100 BGP router ID 1.1. Then Hyper ഇവിടെ എത്രയാണ് 192.16.20. Then remote AS 100. Then network നെറ്റ്വർക്ക്സ് രണ്ടെണ്ണം ഉണ്ട് പറഞ്ഞത് 192.168.20.0. Then mask 55.5.0. Then second device router BGP 200 BGP router ID 2.2.2 Hyper 192.168.20.1. Remote AS network 192.168.20.0. Mask 55.5.5.0. Then 30. ഒക്കെ പൂർണ്ണമായി കഴിഞ്ഞു. ഇത് നമ്മൾ ഇതിനകത്ത് മെയിൻലി നമ്മൾ കൊടുക്കുന്ന ഷോ കമാൻഡ് ആണ്. BGP summary. ഇത് തന്നെ യൂസ് ചെയ്യാൻ നോക്കാം മതി.
ഇവിടെ നിങ്ങൾക്ക് കാണാം ജസ്റ്റ് സമ്മറി ഫോർ BGP എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നോൺ നെറ്റ്വർക്ക്സ് വന്നിരിക്കുന്നുണ്ട് 10 ഉണ്ട്, 20 ഉണ്ട്, 30 ഉണ്ട്. 30 വന്നിരിക്കുന്നത് റിമോട്ട് AS 200 എന്നുള്ള കാര്യം നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. 2.2 എന്ന് പറയുന്നത് 200-നകത്താണ് ഇൻഫർമേഷൻ കാണാം. അതുപോലെ തന്നെ 30 പറയുന്ന നെറ്റ്വർക്കിനെ കുറിച്ച് ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നത് 20.2 പറയുന്ന നെക്സ്റ്റ് സ്റ്റോപ്പ് IP വഴിയാണ്. ഇനി നിങ്ങൾ IP റൂട്ട് സാധാരണ യൂസ് ചെയ്യുന്ന കാണാൻ വേണ്ടി സാധിക്കും. നമുക്ക് BGP വന്നിരിക്കുന്നത് B പറയുന്ന ലെറ്ററിലാണ് അല്ലെ. ഏത് വഴിയാണ് വന്നിരിക്കുന്നത്? നമ്മുടെ 20.2 പറയുന്ന IP വഴിയാണ് വന്നിരിക്കുന്നത്. ഞാനെങ്കിൽ ജസ്റ്റ് ഒന്ന് പിങ് ചെയ്ത് നോക്കാം. പിങ് മറുവശത്ത് കിടക്കുന്ന നെറ്റ്വർക്ക് 192.168.30.1 സക്സസ് ആണ്. ഒരു ചെറിയൊരു നെറ്റ്വർക്ക് ആണ്. ജസ്റ്റ് ആ സിൻടാക്സ് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഒരു 2 റൗട്ടിന്റെ സിനാരി നിങ്ങൾക്ക് പറഞ്ഞത്. ക്ലിയർ അല്ലേ? ഒരു 3 റൗട്ടിന്റെ സിനാരി വരുന്നത് മൾട്ടി AS വരുന്നത്. ഇനി നമ്മൾ ചെറിയ ചെറിയ ട്രബിൾ ഷൂട്ടർ ചെയ്യാൻ വേണ്ടി പോകും കേട്ടോ. ഇതാണ് BGPയുടെ കോൺഫിഗറേഷൻ. ഇത്രയുള്ള BGPയുടെ കോൺഫിഗറേഷൻ നമുക്ക് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. അഡീഷണൽ എന്ത് മാത്രമേ വന്നിട്ടുള്ളൂ? റൗട്ടർ ഐഡിയും അതുപോലെ റിമോട്ട് AS ആണ് നമുക്ക് അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്നത്. ഈ അടുത്ത സിനാരി നോക്കുക. അതായത് ഇനി EBGP റൗട്ടേഴ്സ് വരുന്ന സമയത്ത് യാതൊരു പ്രശ്നമില്ല. പക്ഷെ ആര് വരുമ്പോൾ പ്രശ്നം വരുന്നത്? ഈ കാണുന്ന സിനാരിയോ പോലെ നമുക്ക് അഡീഷണൽ ആയിട്ട് IGP റൗട്ടേഴ്സ് വരുമ്പോഴാണ് പ്രശ്നം. ഇവിടെ ബോർഡർ റൗട്ടേഴ്സ് ഏതൊക്കെയാണ്? R2 ആൻഡ് R3. R2 ആൻഡ് R3 എന്ന് വിളിക്കുന്ന പേരാണ് EBGP റൗട്ടേഴ്സ് തുടങ്ങി. അപ്പം R1 എന്താണ്? R1 നമ്മുടെ AS-നകത്ത് വരുന്ന വേറെ റൗട്ടറാണ്. എഡ്ജ് റൗട്ടർ അല്ലാത്തതുകൊണ്ട് അയാൾ ഏതായിരിക്കും? ഇയാൾ എന്തായിരിക്കും? ഈ 2 ആൾക്കാർ മാത്രമേ EBGP ആയിട്ട് വരുന്നുള്ളൂ. ഇനി പ്രശ്നങ്ങൾ തുടങ്ങാൻ പോവുകയാണ്. ഓക്കെ, IGP വന്നാൽ തന്നെ എന്താണ്? പ്രശ്നങ്ങളാണ്. ഓക്കെ, പ്രശ്നങ്ങളുടെ സാഗരമാണ് കിടക്കുന്നത്. അപ്പൊ അത് എങ്ങനെ ട്രബിൾ ഷൂട്ട് ചെയ്യാന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി മനസ്സിലാക്കുക. R3, R2 ഇവിടെ എന്താണ്? പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. പക്ഷേ IBGP റൗട്ടേഴ്സ് വരുന്ന സമയത്ത് നമ്മുടെ ഫേമിനത്തിന് നമ്മൾ ചിലപ്പോൾ എന്തായിരിക്കും? എഡ്ജ് ഡിവൈസ് എന്തായിരിക്കും? നമ്മുടെ BGP തന്നെ ആയിരിക്കും. 1-2 ഡിവൈസ് ഉള്ളെങ്കിൽ വി ക്യാൻ യൂസ് BGP തന്നെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ എന്ത് യൂസ് ചെയ്യില്ല? ഈ പറയുന്ന EIGRP വോയിസ് പിക്കപ്പ് യൂസ് ചെയ്യില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്ത് മാത്രം വരുന്ന ഒരു ട്രബിൾ ഷൂട്ടിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. മേ ബി അങ്ങനെ വന്നേക്കാം. അങ്ങനെ വന്നാൽ അത് എങ്ങനെ ട്രബിൾ ഷൂട്ട് ചെയ്യാന്നുള്ള കാര്യം നോക്കാം. അപ്പൊ ഇതിന്റെ ആൻസർ എന്താന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ എന്താണ് പ്രോബ്ലം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിക്കുക. എക്സാമ്പിൾ, ഈ 50.0 പറയുന്ന നെറ്റ്വർക്കിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ R3 എങ്ങോട്ട് അയക്കുന്നു? സ്വാഭാവികം അല്ലെ, നമ്മുടെ നൈബറിലോട്ട് എന്തായാലും അപ്ഡേറ്റുകൾ അയക്കും. ആ 50നെ കുറിച്ച് R2 അയക്കുന്നു. R2 എന്ത് നോട്ട് ചെയ്തിരിക്കുന്നു? ഓഹോ, എനിക്ക് 40.2 പറയുന്ന ആൾ എനിക്ക് എന്ത് തന്നിട്ടുണ്ട്? അയാളുടെ കയ്യിൽ എന്തുണ്ട്? 50.0 നെറ്റ്വർക്ക് ഉണ്ടെന്ന് തന്നിരിക്കുന്നു. പുള്ളിക്കാരൻ എന്ത് ചെയ്യും? ടേബിളിനകത്ത് R2 ഈ രീതിയിൽ അങ്ങോട്ട് നോട്ടി അല്ലെ. ഇതേ ഇൻഫർമേഷൻ R2 എങ്ങോട്ട് അയച്ചു കൊടുക്കും? R1 അയച്ചു കൊടുക്കും. R1 എന്ത് ചെയ്യും? ആ കിട്ടിയ സാധനം എന്താണോ ഡിറ്റോ അതേപോലെ പുള്ളിക്കാരൻ എന്ത് ചെയ്യും? ആഹാ, 40.2 പറയുന്ന ആൾ എനിക്ക് എന്ത് തന്നിട്ടുണ്ട്? 50.0. തെറ്റല്ലേ അത്? ഈ ഇൻഫർമേഷൻ ഇയാൾക്ക് ആരാ കൊടുത്തേ? R1 ആരാ കൊടുത്തേ? ആക്ച്വലി R2 കൊടുത്തേ. R2 കൊടുക്കുന്ന സമയത്ത് ഏത് IP വേണം നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്? ഈ 40.2 പറയുന്നത് റിമൂവ് ചെയ്തിട്ട് അവിടെ എന്ത് പ്ലേസ് ചെയ്യാനായിരുന്നു? 20.2 പ്ലേസ് ചെയ്യാനായിരുന്നു. അതിനുള്ള കഴിവായിരിക്കില്ല IBGP റൗട്ടിനില്ല. എന്നിട്ട് R2 പറയുകയാണ്, മിസ്റ്റർ 20.1 ഇതല്ലേ 20.1, മിസ്റ്റർ 20.1 താങ്കളുടെ നെക്സ്റ്റ് സ്റ്റോപ്പ് ഒന്ന് ചേഞ്ച് ചെയ്യൂ എന്ന് പറഞ്ഞ് മാനുവലി പറഞ്ഞു കൊടുത്താൽ മാത്രമേ R1 എന്ത് ചെയ്യുള്ളൂ? അയാളുടെ നെക്സ്റ്റ് സ്റ്റോപ്പ് ചേഞ്ച് ചെയ്യൂ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒത്തിരി വലിയ നെറ്റ്വർക്ക്സ് വരുന്ന സമയത്ത് പുള്ളിക്കാരെല്ലാം റോങ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇന്ന ഫ്യൂച്ചർ എന്തായിരിക്കും? നമുക്ക് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ഉണ്ടാവില്ലേ? സൊല്യൂഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? IBGP വരുമ്പോഴെല്ലാം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കാണുന്ന സിൻടാക്സ് നമ്മൾ പറഞ്ഞു നൈബറിനകത്ത് നിന്നുകൊണ്ട്, അതായത് നിങ്ങളുടെ EBGP റൗട്ടിനെ തിരുന്നുകൊണ്ടാണ് പറയേണ്ടത്. EBGP റൗട്ടിനകത്ത് ഇരുന്നുകൊണ്ട് IBGP റൗട്ടിനോട് പറയണം തന്റെ നെക്സ്റ്റ് സ്റ്റോപ്പ് താങ്കൾ എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ മാത്രം പുള്ളിക്കാരൻ ചേഞ്ച് ചെയ്യുള്ളൂ. അതൊരു ഡ്രോബാക്ക് അല്ലേ? അപ്പൊ ഇനി അടുത്ത സിനാരിക്കകത്ത് ഞാൻ ഇത് പറയില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? EBGP റൗട്ടറും IBGP വന്നിട്ടുണ്ടെങ്കിൽ മസ്റ്റ് യൂസ് ദിസ് കമാൻഡ്. എന്ന് വെച്ചാൽ നമ്മൾ ഇനി ഓരോ സൊല്യൂഷനാണ് ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത്. എല്ലാ സൊല്യൂഷനും ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് സ്റ്റെപ്പ് ചിലപ്പോൾ എന്താ നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. മനസ്സിലാക്കി വെക്കുക. EBGPയും IBGP റൗട്ട് വരുന്നുണ്ടെങ്കിൽ EBGP റൗട്ടിനകത്ത് ഇരുന്നുകൊണ്ട് IBGP റൗട്ടിനോട് പറഞ്ഞോ തന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് താങ്കൾ ചേഞ്ച് ചെയ്യടോ എന്ന് പറഞ്ഞു കൊടുത്താൽ മാത്രമേ പുള്ളിക്കാരൻ എന്ത് ചെയ്യുള്ളൂ? ചേഞ്ച് ചെയ്യുള്ളൂ. അതാണ് നമ്മൾ ചെയ്ത് നോക്കാൻ വേണ്ടി പോകുന്ന ലാബ്. ഇനീഷ്യലും റൗട്ടിംഗ് എല്ലാം ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ R1 എന്തായിരിക്കും? ഈ രീതിയിലായിരിക്കും അപ്ഡേഷൻസ് ഉണ്ടാവും.
അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ വേണ്ടി സാധിക്കും. ക്ലിയർ? ഇതാണ് ചെയ്ത് നോക്കാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി ഞാൻ സൊല്യൂഷൻ പറഞ്ഞു, അത് ചെയ്ത് നോക്കിയിട്ട് എന്ത് ചെയ്യാം, ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. ക്ലിയർ? ഓക്കെ, ഓൾറെഡി ഈ സീനാരിയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു റൗട്ടോട്ട് ഡ്രാഗ് ചെയ്തിട്ടാ പോരെ. IP എല്ലാം കറക്റ്റ് അല്ലേ? R1 10.1 10.1 പട്ടണത്തും കറക്റ്റ് ആണോ? AS മാത്രം ഡിലീറ്റ് ചെയ്താണ്. AS ഡിലീറ്റ് ചെയ്തിട്ട് ഒരു റൗട്ടർ കൂടെ അഡീഷണൽ ഇടാം. ലൂപ്പ് ബാക്ക് വരെ കറക്റ്റ് ആണ്. റൈറ്റ് സൈഡിലോട്ട് ഒരു SS/1 R2 കണക്ഷൻ കൊടുത്താൽ മതി. R1 ഒന്നും ചെയ്യാനില്ല. R1 കോൺഫ്യൂഷൻ അങ്ങനെ കൺഫ്യൂഷൻ ആവില്ലല്ലോ. പറഞ്ഞു നോക്കിയല്ലേ, അതിൽ തന്നെ അടിച്ചാൽ പോരെ. അല്ലെങ്കിൽ ആദ്യം ചെയ്യാം, നോ ഇഷ്യൂസ്. പക്ഷേ നമുക്ക് R2 വരെ ഓൾറെഡി ഉണ്ട്, കറക്റ്റ് ആയിട്ട് അതേപോലെ കിടക്കുന്നുണ്ട്. ഈ ജസ്റ്റ് ഒരു റൗട്ടർ കൂടെ ഡ്രാഗ് ചെയ്തിട്ട് SS/1 കൊടുത്താൽ മാത്രം മതി. അത് നമുക്ക് ഇനീഷ്യൽ കോൺഫ്യൂഷൻ അഗൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് സാറ് ഒരു ഡൗട്ട്, അതില് നമ്മള് ഇപ്പോ ഇന്റേണൽ BGP യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് അങ്ങനെ നെസ്റ്റ് ഹോപ്പ് പറഞ്ഞു കൊടുക്കേണ്ടത്, അതോ മറ്റ് റൗട്ടിംഗ് ഡൈനാമിക് വേറെ റൗട്ടിംഗ്? ഏത് റൗട്ടിംഗ് പ്രോട്ടോകോൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും പറഞ്ഞു കൊടുക്കണ്ട, എല്ലാം കൂൾ ആയിട്ട് വർക്ക് ചെയ്യും. BGP കാലത്ത് തന്നെ EBGPയും IBGPയും വരുന്ന സിറ്റുവേഷനിൽ മാത്രമേ ചെയ്താൽ മതി. മറ്റേ കേസിലാകുമ്പോ റീഡിസ്ട്രിബ്യൂഷൻ അത് റീഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ചെയ്യേണ്ടി വരും. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ഏതൊരു ISP ആണെങ്കിലും ഈ എഡ്ജ് ഡിവൈസിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, BGP യൂസ് ചെയ്യുള്ളൂ. നോർമലി വരുന്ന ബാക്കി എല്ലാ റൗട്ടേഴ്സിനകത്ത് എന്താ യൂസ് ചെയ്യുക, വോയിസ് ക്യൂ ആയിരിക്കും റിയൽ ടൈമിൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ CC NP ലെവലിൽ പോകുന്ന സമയത്ത് നമുക്ക് ISP ലെവലിൽ BGP യൂസ് ചെയ്യുന്ന അധികം ആവശ്യം വരാറില്ല. CCSP അല്ലെങ്കിൽ CCI എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് നമ്മുടെ ടീംസ് ആണ് BGP കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്നത്. എന്നാലും വരുന്നുണ്ട്, കുറച്ച് പാർട്ടൊക്കെ വരുന്നുണ്ട്, ഹാൻഡിൽ ചെയ്ത പാർട്ടൊക്കെ വരുന്നുണ്ട്. യൂസ്ഫുൾ ആണ് എന്തായാലും. അപ്പൊ നമുക്ക് റൗട്ടറിന്റെ കൺസോൾ ഓൾറെഡി രണ്ടെണ്ണം കിടക്കുന്നുണ്ട് ഇവിടെ. ഞാൻ ജസ്റ്റ് R2 കൺസോളൊക്കെ കിടക്കുന്നുണ്ട്. ഇനി R3 കൺസോൾ കൂടി ഓപ്പൺ. നമുക്ക് R2 പറയുന്ന റൗട്ടറിന് എന്ത് റിമൂവ് ചെയ്യണം, BGP റിമൂവ് ചെയ്യണം. ബിക്കോസ് അവിടെ 200 നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. R2 നമ്മൾ 200 കൊടുത്ത്, ആക്ച്വലി ഇപ്പോൾ സിനാരി പ്രകാരം ഇവിടെ എന്താ വരേണ്ടത്, 100 ആണ് വരുന്നത്. ഞാൻ BGP റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് റൗട്ടർ BGP എന്ത് കൊടുത്തു, 200. അപ്പൊ കംപ്ലീറ്റ് പോകും, BGP കംപ്ലീറ്റ് പോയി. ഇനി നമുക്ക് ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് ഒരു ഇന്റർഫേസ് മാത്രം ആഡ് ചെയ്താൽ മതി. ഒരു ഇന്റർഫേസ് മാത്രമേ വരുന്നുള്ളൂ. നോക്കട്ടെ, ആ 40.1 മാത്രം നമുക്ക് അഡീഷണൽ വരുന്നുള്ളൂ. ബാക്കിയെല്ലാം ലൂപ്പ് ബാക്ക് അടക്കം നമുക്ക് ഇതിനകത്ത് ഇനീഷ്യൽ കോൺഫിഗറേഷൻ കിടക്കുന്നുണ്ട്. ഇന്റർഫേസ് S1/1 IP add 40.1. R2 കോൺഫിഗറേഷൻ കഴിഞ്ഞ് ഇനി RT-ലേക്ക് കയറിയിട്ട് ജസ്റ്റ് ഒരു സീരിയൽ ഇന്റർഫേസും ഒരു ലൂപ്പ് ബാക്കും കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ റൗട്ടിന്റെയും ഇനീഷ്യൽ കോൺഫിഗറേഷൻ. S1/1 IP add 192.168.40.2 40.0 interface L1 IP add .9. അപ്പോൾ എല്ലാ ഡിവൈസിന്റെയും ഇനീഷ്യൽ കോൺഫിഗറേഷൻ കഴിഞ്ഞു. IP R1 നമുക്കൊന്നും ചേഞ്ച് ചെയ്യാനില്ല. R1 അങ്ങനെ ഇരുന്നോട്ടെ, ഒരു വ്യത്യാസം വരുത്താനില്ല. അല്ല, R1 വ്യത്യാസം വരുത്തണമല്ലോ, നമ്മുടെ റിമോട്ട് ഐസ് മാറിപ്പോയില്ല. റിമോട്ട് ഐസ് നമ്മൾ R1 കൊടുത്തിരിക്കുന്നത് 200 കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, BGP റിമൂവ് ചെയ്യാം. റൗട്ടർ
R1 മുതൽ നമുക്ക് എന്ത് ചെയ്യാം, റൗട്ടിങ് നമുക്ക് ചെയ്യാം. റൗട്ടർ BGP 100, BGP router ID 1.1.1, Cyber 192.168.20.2, remote AS 100 ആണ്. R1 ഉം R2 ഉം ഇതിനകത്ത് വരുന്നത് 100-നകത്ത് വരുന്നത്. എൻ്റർ ചെയ്യാം. ദെൻ ഇനി പറഞ്ഞു കൊടുക്കാനുള്ളത് നെറ്റ്വർക്ക് 192.168.10.0, മാസ്ക് 55.55.55.0. 10-ഉം 20 മാത്രമേ അത് വരുന്നുള്ളൂ. 2 നെറ്റ് ചെയ്യാം. R1-നകത്ത് കഴിഞ്ഞു. R2-നകത്തും കംപ്ലീറ്റ് ചെയ്യണം. R2-നകത്ത് 2 റിമോട്ട് ഏസിൽ വരുന്നുണ്ട്, ശ്രദ്ധിക്കണം. റൗട്ടർ BGP 100, BGP router ID 2.2.2, സൈബർ 2 ആൾക്കാർ വരുന്നുണ്ട്. ആരൊക്കെയാണ്? 192.168.20.1, റിമോട്ട് ഏസ് 100. R1 എന്തിരിക്കുന്നത് 100 തന്നെയാണ്. അതേപോലെ റൈറ്റ് സൈഡിൽ നോക്കുമ്പോഴോ ഏതൊക്കെ വരുന്നത്? 40.2 അല്ലെ? 40.2 ഏത് ഏസിനകത്ത് വരുന്നത്? അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയെല്ലാം ഓക്കെയാണ്. നെറ്റ്വർക്ക് 4 നെറ്റ്വർക്ക്സ് വരുന്നുണ്ട്. 192.168.20.0 വരുന്നില്ലേ? 0 മാസ്ക് 55.55.0. യെസ്, 20 വരുന്നുണ്ട്. ലൂപ്പ് ബാക്ക് 30 നോൺ നെറ്റ്വർക്ക് ആണ്. 30 വരുന്നുണ്ട്. ദെൻ 40. അങ്ങനെ 3 നെറ്റ്വർക്ക്സ് ആണ് അതിനകത്ത് വരുന്നത്. എല്ലാം പറഞ്ഞു. ഇനി R3 വരുന്ന റൗട്ടിനകത്ത് കയറാം. റൗട്ടർ BGP ഇത് മാത്രം 200-നകത്ത് വരുന്നുള്ളൂ. 200 BGP router ID 3.3.3. Then neighbor ഒരാൾ മാത്രമേ വരുന്നുള്ളൂ. 192.168.40.1, remote AS 100. Then non-network 192.168.14.15 .0 mask 55.55.55.0. Then 50. അപ്പോൾ എല്ലാ റൗട്ടിനകത്തും നമ്മൾ എന്ത് ചെയ്തു? ഇനീഷ്യൽ റൗട്ടിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്ന് ചുമ്മാ ഒന്ന് പിങ് നോക്കാം. പിങ് 192.168.10.1 എവിടെ കിടക്കുന്നത്? R1-നകത്ത് കിടക്കുന്നതാണ്. അങ്ങോട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഷോ IP BGP പറയുന്ന കമാൻഡ് അടിച്ച് നോക്കാം. എന്നതിന് ശേഷം നിങ്ങൾ നോക്കുക, ഇവിടെ എല്ലാം കറക്റ്റ് ആണ്. നെക്സ്റ്റ് സ്റ്റോപ്പ് എല്ലാം അല്ലെ? ഈ BGP റൗട്ടിനകത്ത് എല്ലാത്തിനും നെക്സ്റ്റ് സ്റ്റോപ്പ് നോക്കിക്കേ. ഇയാൾക്ക് എല്ലാ ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്ന ആര് വഴിയാ? 40.1 വഴി. ബിക്കോസ് ഇയാൾ BGP ആയതുകൊണ്ട് അയാൾക്ക് ചേഞ്ച് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇനി R2-ന്റെ കേസ് നോക്കാം. R2-നകത്തും പക്കയായിരിക്കും. ഷോ IP BGP അടിച്ച് നോക്കാം. ഷോ IP BGP R2-നകത്തും കറക്റ്റ് ആണ്. റൈറ്റ് സൈഡ് വന്നിരിക്കുന്ന കംപ്ലീറ്റ് 40.2 എന്നുള്ള പുള്ളിക്കാരൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് വന്നിരിക്കുന്നത് എന്താണ്? 20.1 വഴിയാണ്, നൈബർ വഴിയാണ് വന്നിരിക്കുന്നത് കറക്റ്റ് നോട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയും പ്രശ്നമില്ല. പ്രശ്നം എവിടെയാണ്? നമ്മുടെ R1-നകത്തായിരിക്കും പ്രശ്നം വരുന്നത്. ഷോ IP BGP ഇവിടെ ശ്രദ്ധിച്ച് നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ പറഞ്ഞ നെറ്റ്വർക്ക് അഡ്രസ് നേരെ നോക്കിക്കേ. നെക്സ്റ്റ് പൈപ്പ് എത്ര കൊടുത്തിരിക്കുന്നത്? 40.2. എന്താ വരേണ്ടത് അവിടെ? ബാക്കി എല്ലാ അപ്ഡേഷൻ കറക്റ്റ് ആണ്. 20.2 വരേണ്ട അവിടെ. R2 ഈ BGP റൗട്ടർ എന്താണോ R1-ലോട്ട് സെൻഡ് ചെയ്തത് അത് അപ്പാടെ പുള്ളിക്കാരൻ എന്താണെന്ന് നോട്ട് വെച്ചിരിക്കുക. അപ്പോൾ ഇത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് ട്രബിൾ ഷൂട്ടാണ്. എപ്പോഴും നമുക്ക് IBGP റൗട്ടേഴ്സ് വന്നേക്കാം. ആ സമയത്ത് ഇങ്ങനെയുള്ള ഇഷ്യൂ വന്നാൽ നമുക്ക് അവിടെ പ്രശ്നമാണ്. 1-2 നെക്സ്റ്റ് സ്റ്റോപ്പ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ
BGP പറയുന്ന നെറ്റ്വർക്ക് തന്നെ എന്താണ്, ആയിരങ്ങളും പതിനായിരങ്ങളും എൻട്രീസ് വരുന്നതാണ്. ഇപ്പൊ എവിടെയെങ്കിലൊക്കെ മിസ്റ്റേക്സ് വന്നു കഴിഞ്ഞാൽ അത് പിന്നീട് അത് നിങ്ങൾ ശരിക്കും ബാധിക്കും. അതുകൊണ്ട് ഈ ഒരു നെക്സ്റ്റ് സ്റ്റോപ്പ് പ്രോബ്ലം എന്ത് ചെയ്യുക, നിങ്ങൾ എപ്പോഴും സോൾവ് ചെയ്യേണ്ടതാണ്. അപ്പൊ നമ്മൾ ഇത് എങ്ങനെ ചെയ്യേണ്ടത്, R2 കയറിയിട്ട് R2ന്റെ BGP കയറിയിട്ട് ആരോട് പറയണം, റൗട്ടർ BGP കണ്ടതിനകത്ത് കയറുന്നു, നൈബർ മിസ്റ്റർ നൈബർ, ആരാണ് നൈബർ, 192.168.20.1 താങ്കളുടെ നെക്സ്റ്റ് സ്റ്റോപ്പ് താങ്കൾ തന്നെ ചേഞ്ച് ചെയ്യൂ. ഓക്കെ, യെസ്, എൻ്റർ അടിച്ചു. ഇനി നമ്മൾ അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഓട്ടോമാറ്റിക്കലി IP ചേഞ്ച് ചെയ്തിട്ട് 20.2 ആക്കിയിട്ടുണ്ട്. ക്ലിയർ? ഓക്കെ അല്ലേ, അതിന്റെ സൊല്യൂഷൻ കണ്ടില്ല, നമ്മൾ ആദ്യം ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, രണ്ടാമത് നമ്മൾ മാനുവലി നൈബറോട് പറഞ്ഞു കൊടുത്തപ്പോൾ നൈബർ എന്ത് ചെയ്തു, അത് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു ട്രബിൾ ഷൂട്ട് എപ്പോഴും ഓർത്ത് വെച്ചോളാം. EBGPയും IBGP വരുന്ന സമയത്ത് IBGP റൗട്ടിനോട് നമ്മൾ എപ്പോഴും എന്ത് പറഞ്ഞു കൊടുക്കണം, നെക്സ്റ്റ് സ്റ്റോപ്പ് ചേഞ്ച് ചെയ്യാൻ നമ്മൾ മാനുവലി എന്ത് ചെയ്യണം, പറഞ്ഞു കൊടുക്കണം. ഇനി അടുത്തൊരു ലാബ് ഇത് കുറിച്ച് ചെയ്യാലോ, കുഴപ്പമില്ലല്ലോ. ഈ ടോപ്പോളജി ശ്രദ്ധിക്കാം. ഈ ടോപ്പോളജിക്കകത്ത് R2 R3 അതായത് രണ്ട് EBGP റൗട്ടേഴ്സ് തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മൾട്ടിപ്പിൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു കാരണവശാലും കണക്ഷൻ എന്താവരുത്, ഡൗൺ ആവരുത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, റിഡൻഡൻസിക്ക് വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ കണക്ഷൻസ് നമുക്ക് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്, നൈബറിലോട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം, ഒരു ISP അടുത്ത ISPയിലോട്ട് നമ്മൾ സെയിം ISPയിലോട്ട് നമ്മൾ എന്ത് ചെയ്യാറില്ല, മൾട്ടിപ്പിൾ കണക്ഷൻ അധികം യൂസ് ചെയ്യാറില്ല. അങ്ങനെ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ വന്നാൽ അത് എങ്ങനെ നമ്മൾ ട്രബിൾ ഷൂട്ട് ചെയ്യുന്നുള്ളതാണ് ഈ ലാപ്പിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇവിടെ R2 പറയുന്ന ISPയും R3 പറയുന്ന ISPയും തമ്മിൽ പരസ്പരം ഇന്റർ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മൾട്ടിപ്പിൾ കണക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൾട്ടിപ്പിൾ കണക്ഷൻസ് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് മൾട്ടിപ്പിൾ കണക്ഷൻ വരുന്ന സമയത്ത് നമുക്ക് ഒന്നുകിൽ R2നകത്ത് കയറിയിട്ട് പറയുന്ന കാര്യം ശ്രദ്ധിക്കുക, നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. R2 പറയുന്ന റൗട്ടിനകത്ത് കയറിയിട്ട് ഒന്നുകിൽ 40.2 പറയുന്ന IP നമുക്ക് നെക്സ്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ 50.2 പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷേ നൈബറിലോട്ട് ഒരു നെക്സ്റ്റ് IP മാത്രം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മളിവിടെ രണ്ട് കണക്ഷൻ കൊടുക്കുന്നതിന് എന്തിനു വേണ്ടിയിട്ടാണ്, റിഡൻഡൻസി കിട്ടാൻ വേണ്ടിയിട്ടല്ലേ, ബാക്കപ്പ് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. എന്നാൽ ഇവിടുത്തെ BGPയുടെ കണ്ടീഷൻ എന്താണ്, നെക്സ്റ്റ് ഓഫ് IP നൈബറിലോട്ട് ഒരെണ്ണം മാത്രം കൊടുക്കാനുള്ള പെർമിഷൻ ഉള്ള BGPക്കാർ തീർന്നു. അപ്പൊ പിന്നെ എങ്ങനെ നമുക്ക് റിഡൻഡൻസി കിട്ടും, അതാണ് ഈ ലാബ്. ഓക്കെ, അതാണ് ഈ ലാബ്. ഒന്നുകിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, 40.2 കൊടുക്കാൻ പറ്റും, അപ്പൊ ആ പാത്ത് മാത്രം ആക്റ്റീവ് ആയിരിക്കും. ഇത് എന്തെങ്കിലും കാര്യം പക്ഷെ ഡൗൺ ആയി കഴിഞ്ഞാൽ അടുത്ത പാത്തൊന്നും വരില്ല, എന്നാലും എനിക്ക് അടുത്ത പാത്ത് വേണം. ഓക്കെ, അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ അത് എങ്ങനെ നമുക്ക് അപ്പാക്കാം എന്നുള്ളതാണ് ഈ ലാബിലൂടെ നീങ്ങുന്നത്. അതിനു വേണ്ടിയിട്ട് R2 പറയുന്ന റൗട്ടിൽ ഇരുന്നുകൊണ്ട് ഈ 60.0 പറയുന്ന നെറ്റ്വർക്കിലോട്ട് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്താൽ മതി, ആ കമാൻഡ് ഒക്കെ എവിടെയെങ്കിലും കണ്ടതിൽ ഓർക്കുന്നുണ്ടോ, ആ നെറ്റ്വർക്കിലോട്ട് R2 സ്റ്റാറ്റിക് റൂട്ട് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ സ്റ്റാറ്റിക് റൂട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 60.1 എന്ന് പറയുന്നത് ആർക്ക് ഈക്വലൻ്റായി മാറും, ഈ 40.2നും 50.2നും ഈക്വലൻ്റായി മാറും. അപ്പൊ നമുക്ക് നെക്സ്റ്റ് പൈപ്പ് എന്ത് കൊടുക്കാം, ഐപിയിൽ കൊടുക്കാനുള്ള പെർമിഷൻ ഉള്ളൂ. ഞാൻ സ്റ്റാറ്റിക് റൂട്ടുകളിൽ രണ്ട് കണക്ഷൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, 60 എത്തിച്ചേരാൻ 40.2ഉം 50.2 ഞാൻ സ്റ്റാറ്റിക് റൂട്ട് വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പറഞ്ഞൊരു പോയിന്റ് കിട്ടിയോ? അതേപോലെ തിരിച്ച് ഇങ്ങോട്ടും നമുക്ക് പറയാനുള്ള ഓപ്ഷൻ വേണം. R3യിൽ ഇരുന്നുകൊണ്ട് ഈ കാണുന്ന 30. നെറ്റ്വർക്കിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാറ്റിക് റൂട്ട് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ 60.1 എന്ന് പറയുന്ന IPയും 30.1 എന്ന് പറയുന്ന IPയും R2നും R3ക്കും എന്തായി മാറും, ഡയറക്ട്ലി കണക്റ്റഡിന് ഈക്വലൻ്റായി മാറും. അപ്പൊ നമുക്ക് എങ്ങോട്ട് റൂട്ട് പറഞ്ഞു കൊടുത്താൽ മതി, നെക്സ്റ്റ് പറഞ്ഞു കൊടുത്താൽ മതി, സൊല്യൂഷൻ ആയില്ലേ. എനിക്ക് സ്റ്റാറ്റിക് റൂട്ട് വഴി എനിക്ക് 60 ഡയറക്റ്റ് കണക്ഷൻ ആയി, R3 എന്താണ് 30.1 എനിക്ക് ഡയറക്റ്റ് കണക്ഷൻ ആയി. അപ്പൊ എനിക്ക് നെക്സ്റ്റ് എന്ത് പറഞ്ഞു കൊടുക്കാം, ഈ പറയുന്ന സ്റ്റാറ്റിക് റൂട്ട് വഴി നമ്മൾ ഡയറക്ട്ലി കണക്റ്റഡ് ആക്കി മാറ്റിയിരിക്കുന്ന IPയിലോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെക്സ്റ്റ് സ്റ്റോപ്പ്, അതായത് നിങ്ങളുടെ റിമോട്ട് ASലൂടെ നെക്സ്റ്റ് IP നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഇതാണ് ഒരു സൊല്യൂഷൻ. ഒരു ഐഡിയ പറഞ്ഞത്, ആദ്യം എന്ത് ചെയ്യണം, സ്റ്റാറ്റിക് റൂട്ട് വഴി ഇവന്മാരെ ഡയറക്ട്ലി കണക്റ്റഡ് ആക്കി മാറ്റണം. എന്നതിന് ശേഷം BGPക്കകത്ത് കയറി നമുക്ക് എന്ത് ചെയ്യാം, ഈ കാണുന്ന പോലെ കോൺഫിഗറേഷൻ പറ്റും. ഇവിടെ കൊടുത്തിരിക്കുന്ന R2ന്റെ കോൺഫിഗറേഷൻ ആണ്. R2ന്റെ കോൺഫിഗറേഷൻ നമുക്ക് കാണുന്നില്ലേ, താഴെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. BGPക്കകത്ത് കയറുന്നു, R2ന്റെ BGP സൈഡ് ആണ്, കയറുന്നു, റൗട്ടർ ഐഡി പറഞ്ഞു കൊടുക്കുന്നു,
റിമോട്ട് AS 1000 ഇതാരാന്ന് മനസ്സിലായോ? 20.1 ഇയാളെ കുറിച്ച് ആദ്യം പറഞ്ഞു കൊടുക്കുന്നു. അയാൾ നമ്മുടെ നൈബർ ആണല്ലോ, അതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. എന്നതിന് ശേഷം നെക്സ്റ്റ് ഓഫ് സെൽഫും പറഞ്ഞു കൊടുക്കുന്നു. ബിക്കോസ് ഇപ്പൊ ചെയ്തോളൂ ലാബ്. ഇയാൾ എന്താണ്? IPGP ആണ്, സ്വന്തം മാറ്റാനുള്ള കഴിവില്ല. ഇനിയാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യം, നമ്മൾ റൈറ്റ് സൈഡിലോട് പറഞ്ഞു കൊടുക്കുന്നത്. റൈറ്റ് സൈഡിൽ ആരാണ്? റിമോട്ട് AS 2000 പറഞ്ഞു കൊടുക്കുന്നു. പക്ഷെ IP നോക്കിക്കേ, ഏത് IP ആ? ഈ കാണുന്ന IP ആണ്. എന്നതിന് ശേഷം EBGP മൾട്ടി ഹോപ്പ് കൊടുക്കുമ്പോഴാണ് ഈ പറയുന്ന കണക്ഷൻ എന്താവുന്നത്? എസ്റ്റാബ്ലിഷ് ആവുന്നത്. ഈ പറയുന്ന മൾട്ടിപ്പിൾ പാത്തുകളും എസ്റ്റാബ്ലിഷ് ആവുന്നത് എങ്ങനെയാണ്? ഈ 60.1 ഏത് കമാൻഡ് പറഞ്ഞു കൊടുക്കണം? EBGP മൾട്ടി ഹോപ്പ്. എന്നതിന് ശേഷം അടുത്ത കമാൻഡ് നമ്മൾ കാണുന്നില്ലേ? R2ന്റെ ലോക്കൽ ഇന്റർഫേസ് ID എന്താണ്? അത് പറഞ്ഞു കൊടുക്കുക. ഇതിൽ നിന്ന് നമ്മൾ എങ്ങോട്ടാണ് റൂട്ട് ചെയ്യുന്നത്? ഈ കാണുന്ന അപ്ഡേറ്റ് സോഴ്സ് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ലോക്കൽ ലൂപ്പ് ബാക്ക് നമ്പർ എന്താണോ അതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ദെൻ എങ്ങോട്ടാ? 60.1 ഈ രണ്ട് കമാൻഡാണ് നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്നത്. എവിടുന്ന് എങ്ങോട്ടെന്നുള്ള കാര്യം കൂടി പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ടാണ് പറഞ്ഞു കൊടുക്കണം. അതേപോലെ തിരിച്ച് അവിടുന്ന് പറയുമ്പോഴോ R3 ഇരുന്നുകൊണ്ട് ഈ കാണുന്ന പോയിന്റിലോട്ട്, അതായത് ഈ കാണുന്ന ലൂപ്പ് ബാക്കിൽ നിന്നാണ് ഈ 30 നെറ്റ്വർക്കിലോട്ട് പോകുന്നത് എന്നും തിരിച്ചു പറഞ്ഞു കൊടുക്കണം. അതാണ് ഇവിടെ കാണുന്നത്. 1000 കയറുന്നു, റിമോട്ട് AS 1000 പറഞ്ഞു കൊടുക്കും. 30.1 കണ്ടോ? 30.1 ഈ കാണുന്ന IP നമ്മൾ നൈബർ IP ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നു. എന്നശേഷം ആ IPയിലോട്ട് തന്നെ EBGP മൾട്ടി ഹോപ്പ് എന്നും ഈ കാണുന്ന ലൂപ്പ് ബാക്കിൽ നിന്നാണ് ഈ കാണുന്ന IDയിലോട്ട്, അതായത് IPയിലോട്ട് പോകുന്നു പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ നോർമലി കൊടുക്കുന്ന പോലെ നോൺ നെറ്റ്വർക്ക്സ് എന്താണ് അത് പറഞ്ഞു കൊടുക്കും. ഇവിടെ കീവേഡ് കൊടുത്തിട്ടില്ല, അവിടെ മാസ്ക് ഒന്നും കൊടുത്തിട്ടുണ്ട്, സാധാരണ കൊടുക്കുന്ന പോലെ കമാൻഡ് പറഞ്ഞു കൊടുക്കും. കൊടുത്തില്ലെങ്കിൽ എടുക്കും, പക്ഷെ അത് നിങ്ങൾ ടോപ്പോളജിക്കകത്ത് എവിടെയെങ്കിലും സബ്മിറ്റഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഇഷ്യൂ ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന പോലെ കണക്ഷൻ പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, എന്താണ് ഈ ലാബിനകത്ത് ചെയ്യാൻ പോകുന്ന ഒരു ഐഡിയ കിട്ടിയോ? ബൈ ഡിഫോൾട്ട് നമുക്ക് നൈബറിലോട്ട് ഒരു IP വെച്ച് മാത്രമേ നൈബർഷിപ്പ് നമുക്ക് ഫോം ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. എന്നാൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ കണക്ഷൻ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ടോപ്പോളജി ബിൽഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതാണ് ഒരു സൊല്യൂഷൻ, EBGP മൾട്ടി ഹോപ്പ്. ഓക്കെ, പെട്ടെന്ന് ചെയ്ത് നോക്കിയാലോ? ഓക്കെ, ഇതിലെന്താ വ്യത്യാസം നോക്കട്ടെ. 40.1 വരെ ഓക്കെയാണ് അല്ലേ? ഹലോ, ക്ലാസ്സിലൊക്കെ കഴിയുമ്പോൾ
quantity interface we want prepared 192.168.10.1 it interface S1 plus 0 exit 2 configuration എടുക്കുക space S1 plus 0 dot cut it interface 1 mistakenly പറയണം dot 1 dot interface S1 slash 1 dot interface serial interface ഒരു loop കുഴപ്പമില്ലേ അവിടെ 3 ഇന്റർഫേസ് ഓക്കെ ഓക്കെ ഇവിടെ ഓക്കെ അപ്പൊ നമുക്കിനി R2 എന്ന സ്റ്റാറ്റിക് റൂട്ട് ആദ്യം നമുക്ക് ഉപയോഗിക്കാം IP റൂട്ട് ഇങ്ങോട്ടാ 192.168.0 mask 55.5.5.0 what we are using the next to IP 192.168.40.2 വഴി രണ്ടാമത് 50.2 ഇപ്പൊ അങ്ങോട്ട് സ്റ്റാറ്റിക് റൂട്ടായി അത് ഇവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് പറയുമ്പോൾ 30 സ്റ്റാറ്റിക് റൂട്ട് ഉപയോഗിക്കും root 192.168.30.0 mask 55.55.0 what will next to be 192.168.40.1 ഒരു വഴി .1 അടുത്ത് സ്റ്റേജ് 1 കഴിഞ്ഞു ഇനി നമുക്ക് നേരെ R1 മുതൽ BGP സ്റ്റാർട്ട് R1 അകത്ത് റൗട്ടർ BGP 1000 TP router ID
then neighbor ഒരു neighbor വരുന്നുള്ളൂ 192.168.20. and is 1000. and network 192.168.10.0 5 dot അടുത്ത നെറ്റ്വർക്ക് അഡ്രസ് 20.6. R2 റൗട്ടർ പേര് കൊടുക്കുമ്പോൾ മനസ്സിലാക്കുക റൗട്ടർ BGP 1000. ആദ്യം നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ള ആൾക്കാർ പറഞ്ഞു കൊടുക്കാം ഇപ്പൊ 192.168.1 port is 1000. ഡൗൺലോഡ് എന്തുകൂടി പറഞ്ഞു കൊടുക്കാം നമുക്ക് അതുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് കഴിഞ്ഞു. ഇനി നമുക്ക് അറിയാവുന്ന റൈറ്റ് സൈഡ് കൂടി പറഞ്ഞു അല്ലേ. റൈറ്റ് സൈഡ് കൂടി നമുക്കൊന്ന് പറയാം. റൈറ്റ് സൈഡ് പറയുന്ന സമയത്ത് നെക്സ്റ്റ് പൈപ്പ് നമുക്ക് കേട്ടല്ലേ. ഇനി അടുത്ത കമാൻഡ് എന്തായിരുന്നു? EBGP മൾട്ടികോപ്പ്. EBGP മൾട്ടികോപ്പ്. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നല്ലോ, അപ്ഡേറ്റ് സോഴ്സ് അല്ലേ. അപ്ഡേറ്റ് സോഴ്സ് ഈ നോൺ നെറ്റ്വർക്ക് സോഴ്സ് ഏതൊക്കെയാ വരുന്നത്? ഐ തിങ്ക് R2 ലെഫ്റ്റ് സൈഡിൽ ബാക്ക് 30 റൈറ്റ് സൈഡിലുള്ള സീരിയൽ സീരിയൽ ഇന്റർഫേസ് റൈറ്റ് കറല്ലേ. R3 EP 1000. റൗട്ടർ ആയിട്ട് പറഞ്ഞില്ലേ? Uh, 192.168.1 is 1000. EG30. Its source is everything fine. R1 വരുന്നു. So ഈ BGP here നെറ്റ്വർക്ക് അപ്ഡേറ്റ് വരാൻ BGP ആയതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും അപ്ഡേറ്റ് വരാനായി. വന്നില്ലെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ക്ലിയർ
IP BGP star symbol. നമ്മൾ നോട്ട് ചെയ്യാത്ത ജസ്റ്റ് ഒന്ന് note ചെയ്തോ. To clear the BGP process. To clear the BGP, clear IP BGP കഴിഞ്ഞ ഒരു സ്റ്റാർ സിമ്പിൾ. അപ്പൊ കണക്ഷൻസ് എല്ലാം ഡൗൺ ആയിട്ട് തിരിച്ചപ്പായിരുന്നതാണ്. സെക്കൻഡ് കേസ് അപ്ഡേറ്റ് പറ്റി നമുക്ക് നോക്കാം. എല്ലാ അപ്ഡേറ്റും കിട്ടിയിട്ടുണ്ട്. 10 കൂടി കിട്ടാനുള്ളൂ. അതിപ്പോൾ അവിടെ കണക്ഷൻ അപ്പായി കഴിഞ്ഞാൽ വന്നതാണ്. ഇപ്പോൾ അപ്പായിട്ടുണ്ട്. 10 കൂടി വന്നിട്ടുണ്ടാവണം. 10 വന്നിട്ടുണ്ട്. ഇപ്പൊ 10 മുതൽ 60 വരെയുള്ള എല്ലാ അഡ്രസ്സും ഇവിടെ കാണുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഒന്ന് വേണമെങ്കിൽ പിങ് ചെയ്ത് നോക്കാം. പിങ് 192.168. ഇതാണ് ഏറ്റവും എഡ്ജിൽ കിടക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു കണക്ഷൻ പോയാലും നമുക്ക് അതിൽ ചെക്ക് ചെയ്ത് നോക്കേണ്ടത് 192.168.1. മൾട്ടിപ്പിൾ കണക്ഷൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. 40.2 50.2 നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. കണ്ടോ? ഇനി എന്തെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ഒരു കണക്ഷൻ കൊണ്ട് ഡിസ്കണക്ട് ചെയ്യാം. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ലിങ്ക് നമുക്ക് ഡിസ്കണക്ട് ചെയ്യാം. നമുക്ക് നൈബറിലോട്ട് കണക്ഷൻ തീർച്ചയായിട്ടും കിട്ടണം. നമുക്ക് റിഡൻസിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഒരു കണക്ഷൻ ഞാൻ ഡിലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ട്രേസ് വെച്ച് നോക്കാം. കണക്ഷൻ അപ്പായി വരുന്നുള്ളൂ. കമ്മ്യൂണിക്കേഷൻ അപ്പായി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ 40.2 ആണ് ആക്റ്റീവ് ആയിരിക്കുന്ന കണക്ഷൻ. നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? റിഡൻസി നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ റിഡൻസി കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന EBGP മൾട്ടി ഹോപ്പ് ചെയ്യണം. അതിലുപരി സ്റ്റാറ്റിക് റൂട്ട് വഴി അല്ലെ, ഒരു ടണൽ പോലെ നമ്മൾ എന്താണ് സ്റ്റാറ്റിക് റൂട്ട് വഴി ലൂബാക്ക് ഐപ്പിനെ ഡയറക്ട്ലി കണക്റ്റഡ് പോലെ ആക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ സെഷൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം മൾട്ടിപ്പിൾ കണക്ഷൻസ് വന്നു കഴിഞ്ഞാൽ ഇതിനുള്ള സൊല്യൂഷനാണ് നമ്മൾക്ക് പറഞ്ഞത് EBGP മൾട്ടി ഹോപ്പ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് പിങ് ചെയ്തപ്പോ കിട്ടിയില്ലല്ലോ. ഇതോ അല്ല, പിങ് ചെയ്ത് നോക്കിയില്ലേ? പിങ് ചെയ്തപ്പോ ക്രിസ്റ്റീനക്ക് കേട്ടല്ലേ? ഓക്കെ ഓക്കെ, അടുത്ത സെഷൻ കാണാം. ഓക്കെ ഓക്കെ.